കുറിച്ച് അഭിപ്രായം പറയാനുള്ള ജോലി ഞങ്ങൾക്കില്ല. ശരി, ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയില്ല. ഇവിടെ ശ്രീ ജോസഫ് വാഴക്കൻ ആവർത്തിച്ച് സൂചിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്. ശീതസമരം ഇവിടെ ശ്രീ സണ്ണുകുടി അബ്രഹാം അത് വിശദീകരിക്കുകയുണ്ടായി. അസഹിഷ്ണുത. ആർക്കാണ് ഈ അസഹിഷ്ണുത എന്നത് വ്യക്തമല്ലേ? ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം പ്രധാനമാണ്. ഉമ്മൻചാണ്ടി പറഞ്ഞത് കെ മുരളീധരൻ്റെ വിമർശനത്തെ രമേശ് ചെന്നിത്തല എങ്ങനെ നേരിട്ടു അതാണ് മാതൃകാപരമെന്നാണ്. എന്ന് വെച്ചാൽ അതിനെ വേണ്ട രൂപത്തിലല്ല സുധീരൻ നേരിട്ടത് എന്നാണ് ഭംഗ്യന്തരേണ പറയുന്നത്. സുധീരന് വേണ്ടി രാജ്മോഹൻ ഉണ്ണിത്താൻ നേരിട്ടതിനെയും ആ അർത്ഥത്തിൽ ഉമ്മൻചാണ്ടി തള്ളിപ്പറയുകയാണ്. ഉമ്മൻചാണ്ടി ഈ കൊല്ലം സംഭവത്തെപ്പറ്റി ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. അത് യാദൃച്ഛികമാണ് എന്ന് കരുതാനും കഴിയില്ല. അപ്പോൾ വിമർശനം എന്നത് എതിർപ്പല്ല എന്നും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ രമേശ് ചെന്നിത്തലയുടെ സമീപനം സ്വീകാര്യമാണ് എന്നും ഉമ്മൻചാണ്ടി പറയുമ്പോൾ അതാരുടെ അസഹിഷ്ണുതയ്ക്കുള്ള താക്കീതാണ് ഉമ്മൻചാണ്ടിയുടെ വാക്കുകൾ. ഇത് വളരെ വ്യക്തമാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പ്രത്യേകിച്ച് KPCCയുടെ അധ്യക്ഷനായിട്ട് സുധീരൻ വന്നതിന് ശേഷം നമ്മുടെ അനുഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിലിരിക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും വലിയ ഇടങ്കോലിട്ടുകൊണ്ടിരുന്ന ആൾ സുധീരൻ തന്നെയായിരുന്നു. കേരളത്തിലെ ഭരണത്തെ ഒരു വലിയ പ്രതിസന്ധിയിലെത്തിച്ചത് KPCC അധ്യക്ഷനായിരുന്നു. മാത്രമല്ല കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് ആ ഒരു മുന്നണി വിജയിക്കുമെന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുന്ന സമയത്താണ് സുധീരൻ വളരെ ശക്തമായിട്ട് നിലപാടുകൾ എടുക്കുകയും ഉമ്മൻചാണ്ടിയെ വലിയ തോതിൽ ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഡൽഹിയിലുണ്ടായ സംഭവങ്ങളൊക്കെ അറിയാം. ഇതെല്ലാം ആലോചിച്ച് കഴിഞ്ഞാൽ സുധീരൻ്റെ പ്രവർത്തനങ്ങളിൽ കാണാൻ കഴിയുന്ന ഒരു വലിയ പ്രത്യേകത കോൺഗ്രസിൻ്റെ നിലവിലുള്ള ഒരു അന്തരീക്ഷം എന്നൊരു വിവിധ ഗ്രൂപ്പുകളുണ്ട്, വിവിധ താല്പര്യങ്ങളുണ്ട്. ഇതൊരു ഒരു 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 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ സംവിധാനമല്ല, ജനാധിപത്യ പാർട്ടിയാണ്, വ്യത്യസ്തമായ താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങളെല്ലാം കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോവുക എന്ന ഒരു സമവായത്തിൻ്റെ പൊളിറ്റിക്സ് സുധീരൻ പയറ്റാൻ തയ്യാറായിരുന്നില്ല. മാത്രമല്ല സുധീരൻ എല്ലായ്പ്പോഴും ഒരു തരം കോൺഫ്രണ്ടേഷനിസ്റ്റ് പൊളിറ്റിക്സ് എടുത്തത്. ആ ഒരു കോൺഫ്രണ്ടേഷനിസ്റ്റ് പൊളിറ്റിക്സിൽ ഏറ്റവും വലിയ ഇര ആയിരിക്കുന്നത് ഉമ്മൻചാണ്ടിയാണ്. സ്വാഭാവികമായിട്ടും അതിനു മുമ്പ് രമേശ് 9 വർഷക്കാലം KPCC അധ്യക്ഷനായിരുന്ന കാലത്ത് ഇവർ രണ്ടുപേരും യോജിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ രമേശിൻ്റെ പ്രവർത്തനങ്ങൾ രമേശ് താല്പര്യങ്ങളുണ്ട്. താരതമ്യേന കോൺഗ്രസിൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് അനുഗുണമാണെന്നും സുധീരനെടുക്കുന്ന നിലപാടുകൾ പാർട്ടിയെ വലിയ ആപത്തിലേക്ക് നയിക്കും എന്നുള്ള ഒരു സമീപനമാണ് ഉമ്മൻചാണ്ടി എടുക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ഒരാൾക്ക്, കോൺഗ്രസിൻ്റെ അവസ്ഥ അറിയുന്ന ആളുകൾക്ക് സുധീരൻ ഇക്കാര്യങ്ങളിൽ ഒരു പുനഃപരിശോധന നടത്തേണ്ടതാണ് എന്നുള്ള തോന്നലാണുള്ളത്. എനിക്ക് സുധീരനോട് വ്യക്തിഗതമായി ബഹുമാനമാണ്. പക്ഷേ സുധീരൻ പാർട്ടിക്കകത്തെടുക്കുന്ന നിലപാടുകൾ ആ പാർട്ടിയെ വലിയ ഗുരുതരമായ പ്രതിസന്ധിയിലേക്കാണ് എത്തിക്കുക. കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ കോൺഗ്രസ് പാർട്ടിയെ നടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് കോൺഗ്രസും അല്ല കമ്മ്യൂണിസ്റ്റും അല്ല എന്ന അവസ്ഥയിലെത്തും. സുധീരൻ ആ ഒരു 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 റിയലൈസേഷനിൽ എത്തുന്നില്ല. അത് തന്നെയാണ് സുധീരൻ്റെ അസഹിഷ്ണുത പ്രശ്നം. പാർട്ടി എന്ന് പറയുന്നത് വ്യത്യസ്ത താല്പര്യങ്ങളും വ്യത്യസ്തമായ ഗ്രൂപ്പുകളും വ്യത്യസ്തമായിട്ടുള്ള ഇംഗിതങ്ങളും ഒക്കെ ഉള്ളതാണ്. ആ ഒരു സമീപനം സുധീരൻ എടുക്കാൻ കഴിയുന്നില്ല. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ശരി, ശ്രീ ജോസഫ് വാഴക്കൻ, അങ്ങ് അസഹിഷ്ണുത പറഞ്ഞതിലേക്ക് ഒരിക്കൽ കൂടി വരികയാണ്. ഈ VM സുധീരൻ KPCC അധ്യക്ഷനാകുന്നതിന് മുൻപ് എന്തൊക്കെ തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നടത്തിയിട്ടുള്ളത്? പാർട്ടി വേദികളിൽ മാത്രമല്ലല്ലോ അദ്ദേഹം അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുള്ളത്, അത് എല്ലാവർക്കും അറിയുന്നതാണ്. ഇനി പോട്ടെ, അദ്ദേഹം പാർട്ടി അധ്യക്ഷനായതിനു ശേഷം മറ്റുള്ളവർക്ക് പാർട്ടി വേദികളിൽ പോലും അഭിപ്രായം പറയാനുള്ള സാഹചര്യം അനുവദിക്കാതിരുന്ന ഒരു സുധീരനെയും നാം കണ്ടതാണ്. എനിക്ക് തെറ്റു പറ്റുന്നുണ്ടെങ്കിൽ അങ്ങ് തിരുത്തണം. ഒരു രാംദാസ് മദ്യനയത്തെപ്പറ്റിയോ മറ്റോ അഭിപ്രായ പ്രകടനം നടത്തിയതിന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടില്ലേ VM സുധീരൻ? ഈ ഷാനിമോൾ ഉസ്മാൻ പാർട്ടി വേദിക്കകത്തിരുന്നുകൊണ്ട് KC വേണുഗോപാലിനെതിരെ സംസാരിച്ചതിൻ്റെ ഭാഗമായി സംസാരിക്കുന്നതിനിടയിൽ മൈക്ക് ഓഫ് ആക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടില്ലേ VM സുധീരൻ? പുറത്തിറങ്ങി വന്ന് മാധ്യമപ്രവർത്തകരോട് ആ കാര്യം വിശദീകരിച്ചിട്ടില്ലേ സുധീരൻ? നടപടിയിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലേ സുധീരൻ? അപ്പോൾ ഈ അസഹിഷ്ണുത പുറത്തു നിന്നായാലും അകത്ത് നിന്നായാലും തൊട്ടടുത്ത് നിന്നായാലും ഒന്നും സഹിക്കാൻ കഴിയാതിരിക്കുന്നു എന്നതാണോ KPCC അധ്യക്ഷനെ ഈ പാർട്ടി തുറന്ന യുദ്ധത്തിലേക്ക് നയിക്കുന്നതിലേക്ക് പോലും എത്തിക്കുന്നത്? വേണു, ഞാൻ ഈ പാർട്ടിക്കുള്ളിൽ നടന്നിട്ടുള്ള ചർച്ചകളെക്കുറിച്ചുള്ള വേണുവിൻ്റെ ചോദ്യങ്ങൾക്ക് അടിവരയിടാനോ അതിനെ എതിർക്കാനോ ഒന്നും ഞാനില്ല. ഞാൻ പുറത്ത് പറയുന്ന ശീലവും എനിക്കില്ലാത്തതുകൊണ്ട് ഞാനത് പറയുകയില്ല. പക്ഷേ ഞാനിതിനകത്ത് പറഞ്ഞിട്ടുള്ളത് വളരെ വളരെ ഉത്തരവാദിത്തമുള്ള നേതാക്കന്മാർ വളരെ ഉത്തരവാദിത്ത ബോധത്തോടെ പെരുമാറേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്.
അതൊരു പക്ഷേ ഒരിക്കലും കോൺഗ്രസ്സിൽ ഉണ്ടാവാത്ത രീതിയിൽ പാർട്ടി അണികളിൽ ആ വികാരം വളരെ വല്ലാതെ വളർന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ ഒരു സത്യം മനസ്സിലാക്കാൻ നേതാക്കന്മാർ തയ്യാറാകണം. ഒരാളുടെയും ഈഗോ ഈ പാർട്ടിക്ക് ദോഷമായി തീരാൻ പാർട്ടി പ്രവർത്തകർ അംഗീകരിക്കില്ല. ഞാൻ ഇന്ന് കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പല കാര്യങ്ങൾക്ക് പലരെ വിളിച്ച ആളുകളുണ്ട്. എല്ലാവരും ഒരേ വികാരത്തിൽ, അതിനകത്തൊക്കെ വിവിധ ഗ്രൂപ്പുകളിൽപ്പെട്ടവരുണ്ട്, വിവിധ വികാരങ്ങൾ പങ്കിടുന്നവരുണ്ട്. അവരെല്ലാം ഒരൊറ്റ മനസ്സോടെ നിൽക്കുകയാണ്. കാരണം ഇനി അങ്ങോട്ട് പഴയ കാലത്തതുപോലുള്ളൊരു കളിയുമായിട്ട് മുന്നോട്ട് പോകാൻ ആരും തയ്യാറല്ല. കാരണം എല്ലാവരും ഈ പ്രസ്ഥാനത്തിൽ അവരുടെ ജീവിതം വെച്ച് അവരുടെ വളരെ ഈ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള വലിയ ബഹുമാനത്തോടും വളരെ ലക്ഷ്യബോധത്തോടും കൂടി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന വളരെ വലിയൊരു വെല്ലുവിളി. ഈ സാഹചര്യത്തിൽ ഇങ്ങനെ പോകാനാവില്ല. അതുകൊണ്ട് നേതാക്കന്മാർ അതിന് തയ്യാറായില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിലൊന്നും ആയിരിക്കില്ല. ജനങ്ങളുടെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വളരെ വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി, ശ്രീ ചെറിയാൻ ഫിലിപ്പ്, ഇവിടെ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം നേരത്തെ പറയുകയുണ്ടായി കമ്മിറ്റികൾ വിളിച്ചു കൂട്ടുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ മുരളീധരൻ ഒന്നിലധികം സന്ദർഭങ്ങളിലായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏതാണ്ട് 5 മാസത്തിലധികമായി എക്സിക്യൂട്ടീവ് കൂടിയിട്ട്. എന്ന് വെച്ചാൽ ഈ DCC പുനഃസംഘടനയ്ക്ക് മുൻപ് തന്നെ, ഇപ്പോഴാണല്ലോ ഈ പ്രശ്നങ്ങൾ ഇത്ര മൂർച്ഛിച്ചത്, അതിന് മുൻപ് തന്നെ ഈ ഉൾപാർട്ടി സംവിധാനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കണമെന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടുള്ള VM സുധീരൻ അതിനോട് ഉപേക്ഷ കാണിക്കുന്നു. ഇപ്പോഴാണല്ലോ ഉമ്മൻചാണ്ടി മുഖം തിരിഞ്ഞു നിൽക്കുന്നു എന്നൊക്കെയുള്ള പ്രതിസന്ധികൾ വരുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രീയകാര്യ സമിതി കൂടിയിട്ട് എത്ര കാലമായി. അപ്പോൾ ഇപ്പോൾ തന്നെ UDF അടിയന്തരമായി ചേരണമെന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പറഞ്ഞ് കുഞ്ഞാലിക്കുടി തന്നെ മുൻകൈ എടുത്ത് രമേശിനോടും സുധീരനോടും ഉമ്മൻചാണ്ടിയോടും ഒക്കെ സംസാരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഒന്നിച്ചിരിക്കാൻ ഈ നേതാക്കൾക്ക് പോലും കഴിയാതിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ മുഖ്യ കാർമ്മികത്വം VM സുധീരന് തന്നെയല്ലേ? എന്തുകൊണ്ട് രാഷ്ട്രീയകാര്യ സമിതി കൂടുന്നില്ല? എന്തുകൊണ്ട് ഈ എക്സിക്യൂട്ടീവ് വിളിക്കുന്നില്ല? എന്തുകൊണ്ട് UDFന് ചേരണമെന്ന ആവശ്യം ഉണ്ടാക്കാൻ ഒരു ഘടകകക്ഷിക്ക് മധ്യസ്ഥ പണിയെടുക്കേണ്ടി വരുന്നു? എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്, സുധീരന് മാത്രമല്ല. എനിക്ക് അത് കാരണം പറയാം. അതായത് കോൺഗ്രസിലെ തെരഞ്ഞെടുപ്പ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കണം. സ്വാഭാവികമായിട്ടും ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവെന്ന് കരുതിയത്. കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു, അദ്ദേഹം MLA ജയിച്ചു. പക്ഷേ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായി. അതിന് കാരണം എന്താ? MLA മാരെ വിളിച്ച് ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികൾ സംസാരിച്ചപ്പോൾ ഭൂരിപക്ഷം MLA മാർ രമേശ് ചെന്നിത്തല പേരാണ് പറഞ്ഞത്. രണ്ടാമത് രാഹുൽ ഗാന്ധിക്ക് 74 വയസ്സായി, 73 വയസ്സായി ഉമ്മൻചാണ്ടിക്ക് ചെറുപ്പക്കാരൻ വേണം എന്ന് തോന്നി. അപ്പോൾ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം, അതോടൊപ്പം തന്നെ നിയമസഭയിലെ ഭൂരിപക്ഷം, ഒരു കാലത്ത് ഭൂരിപക്ഷം ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഉമ്മൻചാണ്ടി നേതൃത്വത്തിൽ കരുണാകരൻ അട്ടിമറിച്ചത്. ഭൂരിപക്ഷം രമേശ് ചെന്നിത്തലയ്ക്ക് ആയതുകൊണ്ട് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായി. അപ്പോൾ ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവാകുമെന്ന് കരുതപ്പെട്ടിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഭക്തന്മാർക്ക് മുമ്പിൽ ആദ്യത്തെ അടിയാണ്. അത് കഴിഞ്ഞപ്പോൾ അടുത്ത KPC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സുധീരനെ മാറ്റണം എന്ന് പറഞ്ഞ് സുധീരനെ മാറ്റാൻ വേണ്ടി മാത്രമായിരുന്നില്ല, ഉമ്മൻചാണ്ടിക്ക് അവിടെ വരണം. അല്ലെങ്കിൽ കോൺഗ്രസിലെ സാമുദായിക സമവാക്യം അനുസരിച്ചാണെങ്കിൽ ഒരു ഹിന്ദു വന്നാൽ അപ്പുറത്ത് ക്രിസ്ത്യാനി വരണം. കാരണം ക്രിസ്ത്യാനിയും നായരുമാണ് വോട്ട് ബാങ്ക്. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായപ്പോൾ ഒരു ക്രിസ്ത്യാനി വരണമെന്ന ഫോർമുല ഉയർത്തിപ്പിടിച്ചു. ഉമ്മൻചാണ്ടി ആകുന്നില്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ പ്രതിനിധിയായ ഒരു ക്രിസ്ത്യാനിയുടെ പേര് കൊടുത്തു. ആളുടെ പേര് ഞാൻ പറയുന്നില്ല. പക്ഷേ ഹൈക്കമാൻഡ് അംഗീകരിച്ചില്ല. അന്ന് തുടങ്ങി ഉമ്മൻചാണ്ടിയുടെ നീരസം. അത് കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയകാര്യ സമിതിയും KPCCയും UDF വിളിച്ചുകൂട്ടാനാകാത്ത സാഹചര്യം ഉണ്ടായത് ഉമ്മൻചാണ്ടിയുടെ നീരസത്തിൽ തന്നെയാണ്. അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടിയെയും സുധീരനെയും പലതവണ കേരളത്തിൽ അല്ലല്ല ആന്റണി പലതവണ DCC പുനഃസംഘടനയ്ക്ക് മുൻപ് തന്നെ പ്രശ്നമുണ്ട്. ഇതൊന്നും പുറത്തു വന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ പൊതിഞ്ഞു വെച്ചിരുന്നു. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവിൽ ആയി തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ രമേശ് ചെന്നിത്തല മാറ്റുക സാധ്യമല്ല. അപ്പോൾ KPC പ്രസിഡന്റ് മാറ്റുക ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് തയ്യാറില്ല. ഇപ്പോൾ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ സംഘടനാ സെക്രട്ടറി ഉമ്മൻചാണ്ടിക്കുള്ള ബഹുജന പിന്തുണയോ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തെയോ ഒന്നും ഒരു കാലത്ത് എൻ്റെ ഏറ്റവും അടുത്ത നേതാവായിരുന്നു. അങ്ങനെയുള്ള ആളെന്ന് ഞാൻ തള്ളിക്കളയുന്നില്ല. ഉമ്മൻചാണ്ടിക്ക് ഇപ്പോഴും സ്വാധീനമുണ്ട്. പക്ഷേ ഇന്നത്തെ കോൺഗ്രസ് എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയും VM സുധീരൻ നയിക്കുന്ന കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസിൽ ഉമ്മൻചാണ്ടിയുടെ പ്രാധാന്യം ഇടിഞ്ഞിരിക്കുന്നു. അല്ലല്ല, അങ്ങനെയൊക്കെ നമുക്ക് ചുരുക്കി കാണാനേ കഴിയില്ല. കാരണം ഈ രമേശ് ചെന്നിത്തലയ്ക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എന്താ വേണ്ടത്? രമേശ് ചെന്നിത്തല നിയമസഭയിൽ നയിക്കുന്ന പാർലമെന്റ്